കായിക രംഗത്ത് കേരളത്തിന് നഷ്ടപ്പെട്ട പ്രൗഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തിയ ആദ്യ സംസ്ഥാന കായികമേളയിൽ തിരുവനന്തപുരം ജില്ല വിജയകിരീടമണിഞ്ഞു. സമാപന സമ്മേളനത്തിന് ശേഷം നടന്ന കലാവിരുന്നും ജനശ്രദ്ധയാകർഷിച്ചു. ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ആശയത്തിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കായികമായ കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള വേദിയായിരുന്നു കേരള സ്കൂൾ കായികമേള. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിൽ സംഭാവന നൽകാൻ ഇത്തരം ഇടപെടലുകൾക്ക് കഴിയും. സ്പോർട്സിൽ കഴിവും താൽപര്യവും ശേഷികളും വളർത്തുന്നതിനോടൊപ്പം അക്കാദമിക വളർച്ചയ്ക്കാവശ്യമായ അവസരങ്ങളും നൽകേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇൻക്ലൂസീവ് സ്പോർട്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചാണ് ഈ മേള സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ കായികമായ കഴിവുകൾ മാറ്റുരക്കാനുള്ള വേദിയായി ഈ മേള മാറി എന്നത് ശ്രദ്ധേയമാണ്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്തരം സംരംഭങ്ങൾ വലിയ സംഭാവന ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സരങ്ങൾ നടത്തുക, മെഡൽ നേടുക എന്നതിനപ്പുറമുള്ള ചില ധർമ്മങ്ങൾ കൂടി സ്കൂൾ കായികമേളകൾക്ക് നിർവഹിക്കാനുണ്ട്. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമുയർത്തുക എന്നതാണ് ആദ്യത്തേത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ജനതയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടുക എന്നതാണ് രണ്ടാമത്തേത്. 2 ഒളിമ്പിക്സ് മെഡലുകളുമായി നമ്മുടെ കായിക രംഗത്തിന്റെ ഖ്യാതി ലോക കായിക ഭൂപടത്തിലെത്തിച്ച വ്യക്തിയാണ് ഈ കായികോത്സവത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ PR ശ്രീജേഷ് എന്നും അദ്ദേഹത്തിന്റെ സ്ഥിരോത്സാഹവും അർപ്പണബോധവും നിങ്ങൾക്ക് മാതൃകയും പ്രോത്സാഹനവുമാകണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കായികോത്സവത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിശ്ചയിക്കപ്പെട്ടത് ഒളിമ്പ്യൻ PR ശ്രീജേഷാണ്. 2 ഒളിമ്പിക്സ് മെഡലുകളുമായി കേരളത്തിൻ്റെ കായിക രംഗത്തിൻ്റെ ഖ്യാതി ലോക കായിക ഭൂപടത്തിലേക്ക് എത്തിച്ച വ്യക്തിയാണ് ശ്രീജേഷ്. അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹവും അർപ്പണബോധവും നിങ്ങൾക്ക് മാതൃകയും പ്രോത്സാഹനവും ആവണം. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലയ്ക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി മുഖ്യമന്ത്രിയിൽ നിന്ന് ചാമ്പ്യന്മാരായ തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. 1935 പോയിന്റോടെയാണ് തിരുവനന്തപുരം ചാമ്പ്യന്മാരായത്. 848 പോയിന്റോടെ തൃശൂർ രണ്ടാമതായപ്പോൾ 824 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനം നേടി. സമാപന ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റൻ IM വിജയൻ, നടൻ വിനായകൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി, രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്, കായിക വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, MLA മാരായ TJ വിനോദ്, PV ശ്രീനിജൻ, KN ഉണ്ണികൃഷ്ണൻ, KJ മാക്സി, ആന്റണി ജോൺ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു, ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി G അലക്സാണ്ടർ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ CS പ്രദീപ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. അടുത്ത വർഷത്തെ സ്കൂൾ കായികമേള നടക്കുന്ന തിരുവനന്തപുരത്തിനു വേണ്ടി നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ കായിക പതാക പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങി. സമാപന സമ്മേളനത്തിന് ശേഷം കലാവിരുന്നും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, എറണാകുളം. Nakshatra Gold and Diamonds. Online delivery available all across India.